ഹായ് എൻ്റെ കൂട്ടുകാരെ, ഇമ്രാന് വേണ്ടി നിങ്ങളുടെ കുറച്ച് സമയം ഞാൻ എടുക്കുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണണേ. നമ്മളിപ്പോ കണ്ടത് ഇമ്രാനെയാണ്. നിങ്ങൾ ഒരുപാട് പേര് ഒരുപാട് പോസ്റ്ററുകളിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഇമ്രാന്റെ ഈ ഒരു അവസ്ഥ. അപ്പൊ മുമ്പ് നമ്മള് മുഹമ്മദിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കൈകോർത്തതാണ്. 6 ദിവസം കൊണ്ട് ആ കുട്ടിക്ക് അത്രയും വലിയൊരു എമൗണ്ട് കിട്ടിയല്ലേ. നമ്മളുടെ കഴിയാവുന്ന രീതിയിൽ ഓരോരുത്തർ 1 രൂപ വരെ കൊടുത്ത ആൾക്കാരുണ്ട്. കുട്ടികളുടെ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങാതെ കൊടുത്ത കുട്ടികളുണ്ട്. ആ പൈസ നമ്മുടെ മുഹമ്മദിന് വേണ്ടി കൊടുത്ത, അതുപോലെ ചെറിയ ചെറിയ എമൗണ്ട് കൊടുത്തുകൊണ്ട് ആ കുഞ്ഞിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമ്രാന്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണ്ടേ. കാരണം ഞാനിത് പറയാൻ വേറൊന്നുമല്ല, ഒരു 3 കുട്ടികളെ അടുപ്പിച്ച് നിർത്തിയിട്ട് ഒരു കുട്ടിയുടെ കയ്യിൽ മാത്രം മിഠായി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികളുടെ ആ ഒരു മാനസികാവസ്ഥ, അതാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. അപ്പൊ ഇമ്രാനെയും കൂടെ എങ്ങനെയെങ്കിലും നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. 3 മക്കളില് 3ാമത്തേതാണ് നമ്മുടെ ഇമ്രാൻ മോന്. 6 മാസം മാത്രം പ്രായമായിട്ടുള്ളൂ. ഇവർക്ക് ഒരു കുട്ടിയെ ഇതേ രോഗലക്ഷണങ്ങളോടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇമ്രാൻ മോന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് വാക്ക് തന്നുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എല്ലാരും പറയുന്ന പോലെ ഇവർക്ക് കുറച്ച് കാശ് അയച്ചു കൊടുക്കണം എന്ന് പറയുന്ന വീഡിയോ അല്ല ഇത്. ഈ വീഡിയോയുടെ നമ്മുടെ ഉദ്ദേശം തന്നെ ഇതിൽ ഇടയിൽ വരുന്ന പരസ്യങ്ങൾ നമ്മൾ കാണുക, അമേരിക്കയിലുള്ള കമ്പനിയിൽ നിന്നും ആ ക്യാഷ് നമ്മുടെ കേരളത്തിലെ ഈ ഇമ്രാൻ മോന് എത്തിക്കുക എന്നുള്ളൊരു സതുദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഈ വീഡിയോ ഒരു 8 മിനിറ്റിന്റെ മുകളിലാക്കും ഞാൻ. കാരണം ഒന്നും നിങ്ങൾക്ക് വീഡിയോ കാണാൻ ഇഷ്ടമല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യുക. ഈ ഫോൺ നിങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഫോൺ മ്യൂട്ട് ചെയ്യുക. എന്നിട്ട് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുവയ്ക്കുക. ഒരു 8 മിനിറ്റ് പോയിക്കോട്ടെ. നമ്മുടെ കയ്യിൽ 10 രൂപ ഇല്ലെങ്കിലും എല്ലാവരുടെ ഫോണിലും അത്യാവശ്യം ഇപ്പോൾ 1 GB ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെ ഫോണിലും ഈ ഒരു വീഡിയോ പ്ലേ ചെയ്ത് വിടുക. പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ഇതിന്റെ ലിങ്ക് എല്ലാവരും സ്റ്റാറ്റസ് ആക്കി വെക്കുക. നമുക്ക് കയ്യിൽ കൊടുക്കാൻ കാശില്ലെങ്കിലും ഈ ഫോണും നമ്മുടെ 2 വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും. മാത്രമല്ല, നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ കയ്യിൽ കൊടുക്കാൻ കാശുള്ള ആൾക്കാരും അവർക്ക് ആ പൈസ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ വെറും 1, 2, 3 ലക്ഷം മാത്രമല്ല കൊടുക്കുന്നത്, ഒരുപാട് പേരിലേക്ക് ഈ ഒരു വിവരം എത്തിക്കുന്നതിലൂടെ അവർക്ക് ഒരുപാട് പൈസയും കിട്ടുന്നുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് പ്ലീസ് ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ, വരുന്ന പരസ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരു പഴക്കമുണ്ട്, വേഗം പരസ്യം വന്ന് സ്കിപ്പ് ചെയ്യും. അങ്ങനെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു തീർക്കുക. കാരണം കഴിഞ്ഞ വീഡിയോയില് വലിയൊരു എമൗണ്ട് ആണ് നമ്മൾ എല്ലാവരും ചേർന്ന് നമ്മുടെ മുഹമ്മദിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ നിന്നും നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 18 കോടി എത്രത്തോളം സിമ്പിൾ ആണ് എന്നുള്ളത് നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് വെറും 6 ദിവസങ്ങൾ കൊണ്ട് അല്ലെ. ഓരോരുത്തർ ഓരോ കണക്കുകൾ പറയുന്നുണ്ട്. 16 ലക്ഷം ആൾക്കാർ 100 രൂപ വെച്ച്, 18 ലക്ഷം ആൾക്കാർ 100 രൂപ വെച്ച് കൊടുത്താൽ മതിയെന്നും, അല്ലെങ്കിൽ കേരളത്തിലെ മൊത്തം ജനത 6 രൂപ വെച്ച് കൊടുത്തു. അങ്ങനെ നോക്കുമ്പോൾ ചെറിയ എമൗണ്ട് ആണ്. നമുക്ക് നമ്മുടെ മുമ്പിൽ ഇനി ഇമ്രാനും ലക്ഷദ്വീപിലെ ആ കുട്ടിയും എല്ലാവർക്കും കൊടുക്കാൻ പറ്റും എന്നുള്ളതിന് നമുക്ക് ഡൗട്ടൊന്നുമില്ല. പ്ലീസ് നിങ്ങൾ അവരെ സഹായിക്കുക. ഇവർക്ക് ഒരു കുട്ടി നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഇമ്രാനും കൂടെ നഷ്ടപ്പെടാൻ പാടില്ല. ഇമ്രാന് ജനിച്ച് 38 36 ദിവസങ്ങൾക്കുള്ളിൽ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ കുട്ടിക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റില്ല. വെന്റിലേറ്ററിലാണ് ഇപ്പൊ കിടക്കുന്നത്. കോഴിക്കോട് ഏതോ ഹോസ്പിറ്റലിലാണ് എന്നാണ് പറഞ്ഞത്. സോ നേരിട്ട് ആർക്കും പോയി കാണാൻ പോലും പറ്റില്ല. പിഞ്ചു കുട്ടി, 6 മാസമുള്ള പിഞ്ചു കുട്ടി ഒരു വെന്റിലേറ്ററിലൊക്കെ കിടക്കുമ്പോൾ ആ കുട്ടിക്ക് എന്തോരം വേദന ഉണ്ടാവും എന്നറിയോ. ഈ വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ അറിയാത്ത ആൾക്കാർക്ക്, അത് നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർക്ക് വെറുതെ ഒരു വെന്റിലേറ്റർ എന്ന് മാത്രം അറിയും. പക്ഷെ ഭയങ്കര വേദന ഉണ്ടാവും ഇതിനകത്തേക്ക് ഈ സാധനം ഇറക്കുമ്പോൾ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ആ സംഭവം ഇറക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ എൻ്റെ കൈയിൻ്റെ ഈ ഭാഗത്തൊക്കെ ഭയങ്കര മുറിവൊക്കെയായി. അപ്പൊ ഇത് അനുഭവിച്ച് കിടക്കുന്ന നമ്മുടെ ഇമ്രാന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. സോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവൻ ആ വെന്റിലേറ്ററിൽ നിന്നും രക്ഷപ്പെടുത്താൻ നമ്മൾ കേരള ജനത വിചാരിച്ചാൽ ഉറപ്പായിട്ടും നടക്കും. നമുക്ക് ഈ ലോകത്തിന് തന്നെ ഒരു മാതൃകയാക്കാം. പിന്നെ കേരളത്തിലെ ജനത മാത്രമല്ല ഇതിന് സഹായിച്ചിട്ടുള്ളത്, നമ്മൾ ആരെയും മറക്കാൻ പാടില്ല. മാംഗ്ലൂർ, തമിഴ്നാട്, കർണാടക, ഇങ്ങനെ ഒരുപാട് ഭാഗത്തിൽ നിന്നും ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്,
എല്ലാ യൂട്യൂബേഴ്സിനും ചിലപ്പോൾ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റണം എന്നില്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ പറ്റുമെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വ്യൂവേഴ്സിനും നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബ് ഒക്കെ ഇട്ട് സഹായിക്കുന്നുണ്ട്, ഓക്കെയാണ്. പക്ഷേ നിങ്ങളുടെ വ്യൂവേഴ്സിന് ആ കമ്മ്യൂണിറ്റി ടാബ് ഇടുന്നതിന് കൂടെ ജസ്റ്റ് ഈ വീഡിയോന്റെ ഒരു ലിങ്ക് മാത്രം ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ കൂടുതൽ എമൗണ്ട് നമുക്ക് കൊടുക്കാനും പറ്റും. കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുന്നതിലൂടെ അവരും കാശ് ഇട്ട് കൊടുക്കും. മരിക്കുവോളം അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ പൂർണ്ണമായ രൂപവും അതിന്റെ ലിങ്കും നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് മാക്സിമം കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ ഇമ്രാന് ഒരു കൈത്താങ്ങായി മാറുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.